ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ബഹുമാന്യരും ആദരണീയരുമായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധമായ റമദാൻ മാസത്തിൻ്റെ 26-ാമത്തെ പകലിലാണ്. നാം പറയുന്നത് പോലെ 6-ൽ 5 ഭാഗം നമ്മുടെ യാത്ര പറഞ്ഞു. 3-ൽ അവസാന ഭാഗത്തേക്ക് നാം അടുത്തിരിക്കുന്നു. പരിശുദ്ധമായ നരകമോചനത്തിൻ്റെ 10-ന്റെ പകുതി പിന്നിട്ടിരിക്കുന്നു. ഇന്ന് സൂര്യൻ അസ്തമിക്കുമ്പോൾ 27-ാം രാവാണ്. വളരെ ശ്രേഷ്ഠമായ രാവ്, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന രാവ്. ഒരു രാത്രിയിലെ കുറഞ്ഞ സമയത്തെ ഇബാദത്ത് കൊണ്ട് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ പുണ്യമായ രാവ്. ഈ പരിശുദ്ധമായ രാവിലെ നമ്മുടെ ഇബാദത്തുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗപ്രവേശനത്തിന് കാരണമായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അവസാനം വന്ന സമുദായം നമ്മളാണ്. ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതും നമ്മളാണ്. പക്ഷെ അള്ളാഹു നീതിമാനുമാണ്. എങ്ങനെയാണ് അതിന് കഴിയുക? അള്ളാഹു ചില ദിവസങ്ങളും ചില സമയങ്ങളും ചില സ്ഥലങ്ങളും ഇരട്ടി ഇരട്ടി പ്രതിഫലം ലഭിക്കുന്നതിന് കാരണമാക്കി അള്ളാഹു വെച്ചിട്ടുണ്ട്. ആ സമയത്തും ആ സ്ഥലത്തും ആ ദിവസത്തിലും നമ്മൾ അമല് ചെയ്യുമ്പോൾ മുൻഗാമികൾ അവരുടെ അമലുകളെക്കാൾ കൂടുതലായി നമുക്ക് പ്രതിഫലം ലഭിക്കുന്നു. മാത്രവുമല്ല, നമുക്ക് ആയുസ് കുറവാണ്. മുൻഗാമികൾ 1000 വർഷം ജീവിച്ചിരുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ കുറഞ്ഞ സമയത്തെ ഇബാദത്തുകൾ അല്ലാഹു തആല പെരുപ്പിച്ച് നാളെ സ്വർഗത്തിൽ ആദ്യം പ്രവേശിപ്പിക്കുന്നതിന് ലൈലത്തുൽ ഖദ്ർ ഒരു പരിധിവരെ കാരണമാകുന്നുണ്ട്. അള്ളാഹു ലൈലത്തുൽ ഖദ്റിൽ ഇബാദത്തെടുത്തവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അർബഅത്തുൻ, 4 കാര്യങ്ങളുണ്ട്. ലാഹിറുഹുന്ന, ആ കാര്യങ്ങളുടെ ബാഹ്യവശം ഫളീലത്തുൻ, ഏറ്റവും ശ്രേഷ്ഠമാണ്. പക്ഷെ വബാത്തിനുഹുന്ന ഫരീലത്തുൻ, അതിൻ്റെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെ ആന്തരിക വശം നിർബന്ധമാണ്. ഉദാഹരണമായി 4 കാര്യങ്ങൾ മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, പരിശുദ്ധമായ ഖുർആൻ, ആ ഖുർആനുമായി ബന്ധപ്പെടൽ, അതിൻ്റെ ബാഹ്യവശം ഫളീലത്തുൻ, ശ്രേഷ്ഠമാണ്. ഖുർആൻ ഓതൽ, ഖുർആനെ ബഹുമാനിക്കൽ, ഖുർആൻ കേൾക്കൽ, ഇതൊക്കെയും ഖുർആനെ സംബന്ധിച്ച് പറയൽ, ഇതൊക്കെ ശ്രേഷ്ഠമാണ്. പക്ഷേ ബാത്തിനുഹുന്ന, അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അത് ഫരീലത്തുൻ, നിർബന്ധമാണ്. അഥവാ ഖുർആൻ അനുസരിച്ച് ജീവിക്കൽ അത് നിർബന്ധമാണ്. അതുപോലെ ഉലമാക്കളുടെ മജ്ലിസിൽ പങ്കെടുക്കൽ, ആ ഉലമാക്കളുടെ മജ്ലിസിൽ ഒരുമിച്ച് കൂടൽ, ഉലമാക്കളെ സ്നേഹിക്കൽ, ഉലമാക്കളുടെ സഹവാസം, ഇതൊക്കെ അതിൻ്റെ ബാഹ്യവശമാണ്. അതിൻ്റെ ബാഹ്യവശമാണ്. ഈ ബാഹ്യവശങ്ങളൊക്കെ ശ്രേഷ്ഠമാണ്, ഫളീലത്താണ്. പക്ഷെ അവരുടെ ജീവിതം നമ്മളും ജീവിക്കുക, അവരുടെ ജീവിതം നാം കടമെടുക്കുക, അത് ഫരീലത്തുൻ, നിർബന്ധമാണ്. 3-മതായി പറയുകയാണ്, രോഗ സന്ദർശനം, അത് ശ്രേഷ്ഠമാണ്, ഫളീലത്താണ്. അത് പോകലും രോഗിയെ ശുശ്രൂഷിക്കലും ഒക്കെ ശ്രേഷ്ഠമാണ്. പക്ഷേ അതിൻ്റെ ആന്തരിക വശമുണ്ട്. അവർ നമ്മോട് ചെയ്യുന്ന വസിയത്തുകൾ, ആ വസിയത്തുകൾ നടപ്പിലാക്കുക എന്നുള്ളത് ഫരീലത്തുൻ, നമുക്ക് നിർബന്ധമാണ്. അതുപോലെ രോഗസന്ദർശനം പോലെ മരണപ്പെട്ട ഒരാളെ സന്ദർശിക്കൽ, മരണപ്പെട്ടവരുടെ ഖബറുകൾ സന്ദർശിക്കൽ, ഇതൊക്കെ ശ്രേഷ്ഠമാണ്. കാരണം അതൊക്കെ അതിൻ്റെ ബാഹ്യവശമാണ്. അതിൻ്റെ ആന്തരികമായ, അതിൻ്റെ ബാത്തുനിയായ ഒരു വശമുണ്ട്. അത് മരണത്തിനു വേണ്ടി തയ്യാറെടുക്കലാണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ഈ പരിശുദ്ധമായ 27-ാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കപ്പെടുന്ന ഈ രാവിൽ ഉലമാക്കളുടെ സഹവാസം, അവരുടെ ജീവിതം നാം കടമെടുത്തുകൊണ്ട് ഖുർആൻ നാം ഓതുന്നതിനപ്പുറം അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ തീരുമാനമെടുത്ത്, പ്രത്യേകിച്ച് ഇന്ന് പല പള്ളികളിലും തറാവിയഹിൻ്റെ ഖത്തും അവസാനിക്കുകയാണ്. അതുപോലെ വീടുകളിൽ ഖത്തും ഓതിപ്പിക്കുന്നവരുണ്ട്, അത് അവസാനിക്കുകയാണ്. പല പള്ളികളിലും പല വീടുകളിലും നമ്മൾ ഖുർആൻ കേൾക്കുന്നതിനപ്പുറത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ രോഗസന്ദർശനവും മയ്യത്ത് സന്ദർശനവും ഒക്കെ അതിനപ്പുറത്ത് നമ്മൾ മരണത്തിന് തയ്യാറെടുക്കുകയും രോഗികളുടെ വസിയത്തുകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും വേണം. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.